എല്ലാവർക്കും AJD അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് അവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ എത്തിക്കുക. സമൂഹത്തിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയുക, ഏറ്റവും ആവശ്യമുള്ള കുട്ടികളെ വിലയിരുത്തി മുൻഗണന നൽകുക, അനാഥരെ സംരക്ഷിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമായി പരമ്പരാഗത കുടുംബ സമൂഹ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ വളരെ ദുർബലരായ അനാഥ വിഭാഗങ്ങൾക്ക് സാമൂഹിക സംരക്ഷണം നൽകുക, സമൂഹത്തിലെ മറ്റു കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഏറ്റവും ദുർബലരായ അനാഥ വിഭാഗങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, സാമൂഹിക സംയോജനം, പോഷകാഹാരം എന്നിവ മെച്ചപ്പെടുത്തുക, കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് അയക്കുന്നതിന് പകരം കുടുംബ സംവിധാനത്തിനുള്ളിൽ ജീവിക്കാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ ഈ അനാഥ കുടുംബങ്ങൾക്ക് ഒരു സഹായഹസ്തം നീട്ടുക എന്നീ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് സ്നേഹപൂർവം എന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഇതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ രണ്ടുപേരെയും നഷ്ടപ്പെട്ട കുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ഇനി APL വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ വാർഷിക വരുമാനം 20,000 രൂപയിൽ താഴെയായിരിക്കണം. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 22,375 രൂപയിൽ താഴെയും ആയിരിക്കണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 1 മുതൽ 5 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കും മാസം 300 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ മാസം 500 രൂപ ധനസഹായം ലഭിക്കും. 11-ാം ക്ലാസ്സിനും 12-ാം ക്ലാസ്സിനും മാസം 750 രൂപയാണ് ധനസഹായം ലഭിക്കുക. ഡിഗ്രി കോഴ്സുകൾക്കും പ്രൊഫഷണൽ കോഴ്സുകൾക്കും മാസം 1000 രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സഹിതം കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലെ മേലധികാരിക്കാണ് നൽകേണ്ടത്. ഇനി 5 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താങ്ക് യു.